നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി ആയില്യം നക്ഷത്രക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത എന്നാണ് ഇവിടെ പറയുന്നത്. ഇവർക്ക് ഏറെ മെച്ചപ്പെട്ട ഒരു വർഷമാണ്. പല അനുകൂല കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. ജോലി സംബന്ധമായി പറയുകയാണെങ്കിൽ ജോലി സ്ഥിരതയും ജോലി ലബ്ധിയും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ്. സർക്കാർ നേട്ടം ഉണ്ടാവുന്നതാണ്. പ്രൊമോഷൻ ആഗ്രഹിച്ചവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. അനുകൂലമായ സ്ഥലമാറ്റം ലഭിക്കുവാനും ഇവർക്ക് സാധ്യതയുണ്ട്. വരുമാന വർധനവ് പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ്. കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുകയും വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനും സർക്കാർ വഴി നേട്ടമുണ്ടാകുവാനും ജോലിയിൽ ഉയർച്ച നേടുവാനും ഒക്കെ ഈ വർഷം വളരെ അനുകൂലമാണ്. സഹപ്രവർത്തകരുമായി നല്ല യോജിപ്പിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. മേലധികാരിയുടെ പ്രീതി സമ്പാദിക്കുവാനും ഈ സമയത്ത് സാധിക്കുന്നതാണ്. പൊതുവെ ജോലി സംബന്ധമായി വളരെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ്. സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. പുതിയ പങ്കാളിയെ കണ്ടെത്തുവാനും പങ്കാളി വഴി നേട്ടം ഉണ്ടാകുവാനും കാർഷിക പുരോഗതി ഉണ്ടാകുവാനും ഒക്കെ ഈ വർഷം ഇവർക്ക് സാധിക്കുന്നതാണ്. നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ്. കൂട്ടു ബിസിനസ്സിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്നതും പങ്കാളിയുമായി നല്ല രമ്യതയിൽ പോകുവാനും ഇവർക്ക് ഈ സമയം സാധിക്കുന്നതാണ്. എന്നാൽ അനാവശ്യ ചിലവുകൾ വരാതെ സൂക്ഷിക്കേണ്ടതും ഉണ്ട്. സാമ്പത്തികമായി പറയുകയാണെങ്കിൽ നേട്ടമുണ്ടാവുന്ന സമയമാണ്. എന്നാലും ചിലവുകൾ വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. മെച്ചപ്പെട്ട വരുമാനമുണ്ടാവുമെങ്കിലും അത് വളരെ അധികം ശ്രദ്ധയോടെ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുവാനുള്ള സാധ്യത വന്നു ചേരുന്നതാണ്. ആഡംബരത്തിനു വേണ്ടിയും അനാവശ്യമായും കൂടുതൽ പണം ചിലവഴിക്കാതെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ചിട്ടയായ ഒരു ശീലം പുലർത്തേണ്ടത് ഇവർക്ക് ആവശ്യമാണ്. ഉദര സംബന്ധമായി ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു എന്ന് വരാം. തക്കതായ ചികിത്സ ലഭിച്ചാൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. എന്നാലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ ഗുണകരമായ വർഷമാണ്. ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുന്നതിനും അഡ്മിഷൻ ലഭിക്കുവാനും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് സാധ്യതയുണ്ട്. എന്നാൽ അലസതയും ശ്രദ്ധക്കുറവും മൂലം ചില അനിഷ്ട കാര്യങ്ങളൊക്കെ വന്നു എന്നിരിക്കാം. അവയൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷം ഇവർക്ക് വളരെയധികം ഗുണകരമായ ഒരു വർഷമാണ്. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതേപോലെ വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നടന്നു കിട്ടുന്നതാണ്. വാഹനം വാങ്ങുവാനുള്ള അനുകൂല സമയം കൂടിയാണ്. വീട് പുതുക്കി പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിന് സാധിക്കുന്നതാണ്. മാത്രമല്ല ക്രയവിക്രയങ്ങളിൽ, അതായത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്നതും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവുന്നതുമായ ഒരു വർഷമാണ്. ബന്ധുജനങ്ങളും കുടുംബവുമായി നല്ല രമ്യതയിൽ പോകുവാൻ കഴിയുന്ന വർഷമാണ്. എന്നിരുന്നാലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ
സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദമ്പതിമാർ തമ്മിൽ സ്വരച്ചേർച്ചയോടെ മുന്നോട്ടു പോകുന്നതാണ്. വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കുവാനും സാധ്യതയുണ്ട്. സന്താന ഭാഗ്യവും ഉണ്ടാവുന്നതാണ്. ദീർഘകാലമായി വിവാഹം നടക്കാതെ പോയവർക്ക് അതിന് അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. പ്രണയിക്കുന്നവർക്കും നല്ല സമയമാണ്. അവർ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ രമ്യതക്കുറവോ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറി കിട്ടുന്നതാണ്. മാത്രമല്ല, വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് അനുകൂലമായ ഒരു സമയം കൂടിയാണ്. ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പുണ്യക്ഷേത്ര ദർശനം നടത്തുവാൻ ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ്. ആത്മീയ പ്രവർത്തനങ്ങൾ ഈ സമയത്ത് ഏറി വരുന്നതായിട്ട് കാണാം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യവും വന്നു ചേരുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ 1202 ആണ്ട് ആയില്യ നക്ഷത്രക്കാർക്ക് വളരെ അധികം ഗുണം ലഭിക്കുന്ന ഒരു വർഷമാണ്. എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്ത് എന്ന് വരാം. ഇവർക്ക് ഈശ്വരാനുഗ്രഹം കൂടുതൽ ലഭിക്കുന്നതിനും ഈ സമയത്തുള്ള ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനുമായി ശിവക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുന്നതും പാൽപ്പായസം വഴിപാട് കഴിപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഗണപതി ഭഗവാനെയും നാഗദൈവങ്ങളെയും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ ദോഷങ്ങൾ ലഘൂകരിക്കാൻ സഹായകമാകും.